ICC ചാമ്പ്യൻസ് ട്രോഫികളുടെ തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം. നിലവിൽ ടൂർണമെന്റിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇതുവരെയും BCCI പ്രഖ്യാപിച്ചിട്ടില്ല. ടീം പ്രഖ്യാപനം വരുന്ന ദിവസങ്ങളിൽ വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. എന്നാൽ ടീം പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഏറെക്കുറെ ടീമിൽ സ്ഥാനം ഉറപ്പിച്ച താരങ്ങളും നിലവിലുണ്ട്. 15 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡിനെയാണ് നിലവിൽ BCCI പ്രഖ്യാപിക്കേണ്ടതായുള്ളത്. ഇതിൽ ഏറെക്കുറെ 10 താരങ്ങളോളം ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി ഇംഗ്ലണ്ടുമായി വൈറ്റ് ബോൾ പരമ്പരകൾ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ വൈറ്റ് ബോൾ പരമ്പരകൾക്കുമുള്ള ടീമിനെ ഒരുമിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ എത്തിയിരുന്നത്. അജിത് അഗാർക്കറിന് കീഴിലുള്ള ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി ഈ ആഴ്ച തന്നെ ഇന്ത്യയുടെ 15 സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. എന്നാൽ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയെ സംബന്ധിച്ച് ഏറെക്കുറെ 10 താരങ്ങളോളം ടീമിൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 5 സ്പോട്ടുകളിലേക്ക് ഏതൊക്കെ താരങ്ങൾ എത്തുമെന്ന് തന്നെയാണ് ആരാധകർ ശ്രദ്ധേയമായി നിരീക്ഷിക്കുന്നത്. ഇനി ഇന്ത്യൻ സ്ക്വാഡിൽ സ്ഥാനമുറപ്പിച്ച താരങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യത്തെ താരം ഇന്ത്യൻ ക്യാപ്റ്റനായി എത്തുന്ന രോഹിത് ശർമ്മയാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ പരാജയമായി മാറിയെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ ICC ടൂർണമെന്റായി ചാമ്പ്യൻസ് ട്രോഫി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ എക്സ്പീരിയൻസും ഏകദിനത്തിലെ റെക്കോർഡുമെല്ലാം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഗുണം ചെയ്യും. രോഹിത് കഴിഞ്ഞാൽ ടീമിൽ സ്ഥാനമുറപ്പുള്ള രണ്ടാമത്തെ ആൾ വിരാട് കോഹ്ലിയാണ്. 2023 ഏകദിന ലോകകപ്പിലെ ടോപ്പ് സ്കോററായിരുന്ന അദ്ദേഹത്തെ ഇന്ത്യക്ക് ഈ ഫോർമാറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. രോഹിത്തിനൊപ്പം കോഹ്ലിയുടെയും അവസാനത്തെ ICC ടൂർണമെന്റായി ഇത് മാറിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ടീമിൽ സ്ഥാനമുറപ്പുള്ള മറ്റു 2 പേർ യുവ ബാറ്റിംഗ് സെൻസേഷനായ ശുഭ്മാൻ ഗില്ലും SSC ജയ്സ്വാളുമാണ്. ഓസ്ട്രേലിയയിൽ ഫ്ലോപ്പായെങ്കിലും ഏകദിനത്തിൽ ഗില്ലിന്റെ റെക്കോർഡ് കണ്ടില്ലെന്ന് നടിക്കാനായി സെലക്ഷൻ കമ്മിറ്റിക്ക് സാധിക്കില്ല. മറ്റ് ഫോർമാറ്റുകളെക്കാൾ ഉപരി ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ഗിൽ. ജയ്സ്വാൾ ഏകദിനത്തിൽ അരങ്ങേറിയിട്ടില്ല എങ്കിലും ഇപ്പോൾ ടീമിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കാത്ത താരത്തിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടന മികവ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞ 5ാമത്തെയും 6ാമത്തെയും കളിക്കാർ പരിചയസമ്പന്നരായ വിക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുലും ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയുമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്കാണ് KL രാഹുൽ എത്തിയിരിക്കുന്നത്. 5ാം നമ്പറിലും അദ്ദേഹം തന്നെയാണ് ബാറ്റിംഗിനായി എത്തുക. 2023 ഏകദിന ലോകകപ്പിൽ കീപ്പിംഗിലും ബാറ്റിംഗിലും മിന്നു ഫോമിലാണ് രാഹുൽ കളിച്ചിരുന്നത്. ഹർദിക് ആവട്ടെ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാളാണ്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീം ഇന്ത്യക്ക് പല മത്സരങ്ങളും ഹർദിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഹർദിക്കില്ലാതെ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ കുറിച്ച് ഇന്ത്യക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതോടെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹർദിക്കിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യരാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് സ്ഥാനമുറപ്പിച്ച മറ്റൊരു താരം. കഴിഞ്ഞ വർഷം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി തകർപ്പൻ ബാറ്റിംഗാണ് അദ്ദേഹം നടത്തിയത്. അതേപോലെ ടീം ഇന്ത്യക്ക് വേണ്ടി ഏകദിന ഫോർമാറ്റിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ ഒഴിവാക്കിയുള്ളൊരു സെലക്ഷന് ടീം ഇന്ത്യ തയ്യാറാകില്ല. ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പുള്ള 8, 9, 10 സ്ഥാനക്കാർ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഓൾറൗണ്ടർ അക്സർ പട്ടേലും സ്പിന്നർ കുൽദീപ് യാദവുമാണ്. പരിക്കേറ്റ ബുംറയുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് തന്നെ അദ്ദേഹം പൂർണ്ണമായി ഫിറ്റാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. അക്ഷർ പട്ടേലിനെ തീർച്ചയായിട്ടും ടീം ഇന്ത്യക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത താരമാണ്. T20 ലോകകപ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രകടന മികവ് ടീം ഇന്ത്യക്ക് പല മത്സരങ്ങളിലും ഗുണം ചെയ്തിരുന്നു. ഈ 10 പേരുടെ കാര്യം ഉറപ്പായതോടുകൂടി ഇനി ബാക്കിയുള്ള 5 താരങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ടീമിൽ സംശയമുള്ളൂ. ഇതിൽ തന്നെ ആദ്യത്തെ പൊസിഷൻ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണ്. ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നിവരിൽ ഒരാളായിരിക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക. പേസർമാരിൽ ബുംറയ്ക്ക് കൂട്ടായി അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, മുഹമ്മദ് ഷമി, പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ തുടങ്ങിയവരെല്ലാം തന്നെ രംഗത്തുണ്ട്. ഇതിൽ 3 പേരായിരിക്കും ടീമിലേക്ക് എത്തുക. ഇനി ഒരു ബാക്കപ്പ് സ്പിന്നറുടെ കൂടി റോളാണ് ടീം ഇന്ത്യയിൽ അവശേഷിക്കുന്നത്. രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ഒരാളായിരിക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക. അങ്ങനെ ഒരു 15 സ്ക്വാഡിനെ തന്നെയാണ് ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടീമിൽ സ്ഥാനമുറപ്പാക്കിയ 10 പേർക്ക് പുറമെ ഇനി ടീമിലേക്ക് എത്താൻ പോകുന്ന ആ 5 താരങ്ങൾ ആരൊക്കെയായിരിക്കും? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.